രാജഭവൻ ഭരണഘടനയുടെ ഭാഗമാണ്. ഭരണഘടനാ സ്ഥാപനമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനമാണ് രാജഭവൻ. കഴിഞ്ഞ ദിവസം ആ രാജഭവനിൽ ലോക പ്രകൃതി ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ വെച്ചിരുന്ന ഒരു പടമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഭാരതാംബയെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഭാരതാംബയെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു പടം. ആ പടത്തിൽ ഒരു ഭാരതാംബ കാവിക്കൊടി ഏറ്റി നിൽക്കുന്ന ചിത്രമാണ്. അതാണ് വിവാദമായിരിക്കുന്നത്. അത് രാഷ്ട്രീയ കക്ഷികളെ ഏറ്റുപിടിക്കുകയും ഇടത് വലത് വ്യത്യാസമില്ലാതെ അത് വിമർശന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഭാരതാംബ പിടിച്ചിരുന്നത് കാവിക്കൊടിക്ക് പകരം ഒരു പക്ഷേ ദേശീയ പതാകയായിരുന്നുവെങ്കിൽ അത് ഇത്രത്തോളം വിവാദമാവുമായിരുന്നില്ല. മാത്രമല്ല പുഷ്പാർച്ചന സാധാരണ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തുന്നതാണ്. മൺമറഞ്ഞു പോയ നേതാക്കന്മാരുടെ ചിത്രത്തിന് മുന്നിൽ, രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഒക്കെ തന്നെ പുഷ്പാർച്ചന നടത്തുന്നത് പതിവാണ്. എന്തായാലും ഭരണഘടനാ സ്ഥാപനമായ രാജഭവനം സർക്കാരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അത് അത്ര സുഖകരമായ ഒരു ഏർപ്പാടല്ല. കഴിഞ്ഞ ഗവർണറുടെ കാലഘട്ടത്തിലും പല കാര്യങ്ങളിലും സർക്കാരും ഗവർണറുമായി ഏറ്റുമുട്ടൽ നടന്നു. പുതിയ ഗവർണർ അധികാരമേറ്റപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാവുമെന്ന് രാഷ്ട്രീയ കക്ഷികളും അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം ആശിച്ചു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സർക്കാരും ഗവർണറുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത. അത് അതിരൂക്ഷമായ നിലയിലേക്ക് മാറാതെ ഇരുഭാഗത്തു നിന്നും ഒത്തുതീർപ്പിൻ്റെ ഒരു മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് ആ വിവാദം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെയും സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെയുമൊക്കെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതിന് പര്യാപ്തമാവും. പിന്നീട് എടുത്തു പറയേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം, ജമ്മുവും കാശ്മീരുമായി ബന്ധിച്ചുകൊണ്ടുള്ള റെയിൽവേ പാലം. ആ റെയിൽവേ പാലം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള റെയിൽവേ പാലമാണ്. അത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ആണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാകുകയും ചെയ്തു. മാത്രമല്ല, ജമ്മു കാശ്മീരിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലുള്ള മറ്റ് യാത്രകൾക്കുമെല്ലാം ഈ റെയിൽവേ പാലം വളരെയധികം സഹായകമാണ്. അത് പ്രധാനമന്ത്രി തന്നെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ അതിൻ്റേതായ ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം, സൗഹൃദപരമായ ഒരു മേഘം തുറന്നു എന്ന് തന്നെ പറയാം. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ഇന്ത്യയിലെ ഏറ്റവും നിലവാരമുള്ള മെഡിക്കൽ ആശുപത്രികളിൽ ഒന്നാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ്. ഇവിടുത്തെ ന്യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയ ജൂൺ 9 മുതൽ ഈ മാസം 9 മുതൽ നിർത്തിവെക്കുന്നതായിട്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ, സാമഗ്രികൾ ലഭിക്കുന്നില്ല എന്നാണ്. ശ്രീ ചിത്ര മെഡിക്കൽ ആശുപത്രി പോലുള്ള ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ അവിടെ അതീവ സങ്കീർണമായ ഓപ്പറേഷനുകളാണ് നടത്തുന്നത്. ഹൃദയ ശസ്ത്രക്രിയയായാലും ന്യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയയായാലും
അതുപോലുള്ള മറ്റ് മേജർ ശസ്ത്രക്രിയയായാലും അതെല്ലാം അതീവ സൂക്ഷ്മതയോടെ കാര്യക്ഷമമോടെ നടത്തുന്ന ഒരു വളരെയധികം ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ്. ഈ സ്ഥാപനത്തിനൊരു ചരിത്രമുണ്ട്. ഈ സ്ഥാപനം തിരുവിതാംകൂർ രാജകുടുംബം നിർമ്മിച്ച് സർക്കാരിന് വിട്ടുകൊടുത്തതാണ്. അത് അന്നു മുതൽ അതിനൊരു സ്വയംഭരണ അവകാശമുണ്ട്. ഒരു ഡീപ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥാപനമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ്. അവിടെ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതി ഉയരുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമതയാണ്, സുതാര്യതയാണ് അത് ബാധിക്കുന്നത്. ഒരിക്കൽ പോലും ഇത്ര ഒരു ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ അവിടെ ഉപകരണത്തിൻ്റെ ലഭ്യത കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന വാർത്ത വരാൻ പാടില്ലാത്തതാണ്. അതിന് മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ട് അതിന് വേണ്ടുന്ന സാമഗ്രികൾ വരുത്തി എവിടെ നിന്നായാലും വരുത്തി അവിടുത്തെ ശസ്ത്രക്രിയകൾ മുടങ്ങാതെ നടത്തിക്കൊണ്ടു പോകേണ്ടത് ആശുപത്രിയുടെ നിലവാരത്തിനും ആശുപത്രിയുടെ പ്രശസ്തിക്കും അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന രോഗികൾക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ഉപാധികൾക്കുമെല്ലാം അത് ബാധകമാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ നിർദ്ദേശവും ഉപദേശവും പ്രകാരമാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ രാജാവ് അദ്ദേഹം മൈസൂർ മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായപ്പോൾ ആ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പൽപ്പുവായിരുന്നു. ആ പൽപ്പുവിനെ അദ്ദേഹം കേരളത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും അദ്ദേഹം വരാൻ തയ്യാറായില്ല. പകരം അദ്ദേഹം ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അതിനുള്ള രൂപകൽപ്പന, അതിൻ്റെ ഒരു ഏകദേശ രൂപം വരച്ച് രാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതാണ് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് എന്ന പേരിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് തന്നെ തല ഉയർത്തി നിൽക്കുന്നത്. അതിൻ്റെ യശസ്സിന് കോട്ടം വരുന്ന ഒരു പ്രവൃത്തികളും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ഇല്ലാത്ത ഉപകരണങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ വരുത്തത്തക്ക ഇടപാടുകൾ വരുത്തുന്നതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു പുരസ്കാരം നൽകുകയുണ്ടായി. ആ പുരസ്കാരം എന്ന് പറയുന്നത് ബക്കം ഖാദറിൻ്റെ പേരിലുള്ള പുരസ്കാരമാണ്. ബക്കം ഖാദർ ഫൗണ്ടേഷനാണ് ആ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വളരെ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ആശുപത്രിയുടെ MD ആക്കിയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതേസമയം അതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ബക്കം ഖാദർ, യഥാർത്ഥ പേര് ബക്കം അബ്ദുൽ ഖാദർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്, അദ്ദേഹത്തെ എവിടെയാണ് തൂക്കിലേറ്റിയത്, അദ്ദേഹത്തെ തൂക്കിലേറ്റിയ ഭരണകൂടം ഏതാണ്, ആ നിലയിലുള്ള ഒരു വിശദീകരണമൊന്നും എങ്ങും വന്നതായിട്ട് അറിവില്ല. ബ്രിട്ടീഷ് സർക്കാർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സമരം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ ബക്കം പഞ്ചായത്തിൽ ഉള്ള അബ്ദുൽ ഖാദർ, അദ്ദേഹത്തെ മദ്രാസ് സെൻട്രൽ ജയിലിലാണ് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത്. അന്ന് അദ്ദേഹത്തിന് 23 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അതും കൂടി ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടിയിരുന്നത് കൊണ്ടാണ് അതും കൂടി എടുത്തു പറയുന്നത്. മറ്റൊന്നുള്ളത് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യമാണ് വയനാട് അട്ടപ്പാടിയിൽ കണ്ടുവരുന്ന അരിവാൾ രോഗം, സിക്കിൾ സെൽ അനീമിയ എന്ന രോഗത്തിൻ്റെ കുറിച്ചുള്ള. അവിടെ കുട്ടികൾ സഹിതം അല്ലെങ്കിൽ അവിടുത്തെ ജനസംഖ്യയിൽ 30-35% പേർക്കും ഈ രോഗമുള്ളവരാണ്.
ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പകർച്ചവ്യാധിയല്ല, പകരുന്ന രോഗമല്ല എന്നുള്ളതാണ്. അത് ജനറ്റിക് ഡിസീസാണ്, പാരമ്പര്യമായി കിട്ടുന്ന അല്ലെങ്കിൽ പാരമ്പര്യമായി വന്നുപെടുന്ന ഒരു രോഗം. പ്രത്യേകിച്ചും ആദിവാസികളുടെ ഇടയിൽ ഈ രോഗം, ആദിവാസികളുടെ കൂട്ടത്തിൽ ഏകദേശം ഒരു 35% പേർക്കും ഈ രോഗം ഉണ്ട്. ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രക്തത്തിലെ ചുവന്ന അണുക്കൾ വളഞ്ഞു കുത്തുന്നു. അതുകൊണ്ടാണ് അതിന് അരിവാൾ രോഗമെന്ന് പേരിട്ടിരിക്കുന്നത്. വളരെയധികം വേദനിക്കുന്ന ഒരു രോഗമാണത്. അതിന് ഒരു ചികിത്സാ രീതിയോ അടിസ്ഥാനപരമായ ഒരു മരുന്നോ നാളിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. രോഗികൾക്ക് ആകെയുള്ളത് മാനന്തവാടി മെഡിക്കൽ കോളേജായിട്ട് ഉയർത്തിയപ്പോൾ ആ താലൂക്ക് ജില്ലാ ആശുപത്രിയിലെ ഒരു വാർഡ്, 13 ബെഡുള്ള ഒരു വാർഡാണ് ഇപ്പോൾ അരിവാൾ രോഗികൾക്ക് വേണ്ടി നിലവിലുള്ളത്. അവിടെയും കാര്യക്ഷമമായ ചികിത്സാ രീതിയൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം സുതാര്യമാണ് എന്ന കാര്യത്തെക്കുറിച്ച് തർക്കമുണ്ട്. മാത്രവുമല്ല, അരിവാൾ രോഗികൾക്ക് പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് രോഗികളായിട്ടുള്ളവർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അതിനുശേഷം രോഗികളുടെ എണ്ണത്തെക്കുറിച്ച്, രോഗികളുടെ വിശദ വിവരങ്ങളെക്കുറിച്ച് ഒരു സർവേ നടത്തിയിട്ടില്ല. അങ്ങനെ സർവേ നടത്തി ശേഷിക്കുന്നവർക്ക് കൂടി പെൻഷൻ തുക അനുവദിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതൊക്കെ എത്രയോ വർഷങ്ങളായി വയനാടിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. ഇത് പുറം ലോകത്തിന് എത്രയോ കാലം അജ്ഞാതമായിരുന്നു, അല്ലെങ്കിൽ രഹസ്യമായി സൂക്ഷിച്ചു എന്ന് പറയുന്നതാവും ശരി. ഈ രോഗം പിടിപെട്ട നിരവധി പേർ, അവർ പ്രത്യേകിച്ചും കുട്ടികൾ, അവർക്ക് ആ കാര്യക്ഷമമായ പോഷകാഹാരം ലഭിക്കുന്നില്ല. സ്കൂളുകളിൽ പോകുമ്പോൾ മാത്രമാണ് അവർക്ക് ആഹാരം ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ സ്കൂൾ അടയ്ക്കുമ്പോൾ അവർക്ക് പകുതി വയറ് നിറച്ചുകൊണ്ടാണ് അവർ അന്തിയുറങ്ങുന്നത്. അതായത് അർത്ഥ പട്ടിണിയിലാണ് അവർ ജീവിക്കുന്നത്. അതിന് ഒരു പരിഹാരമെന്ന നിലയിൽ ഇതുവരെയായിട്ടും അവിടെയും സുതാര്യമായ ഒരു മാർഗം കണ്ടെത്തിയിട്ടില്ല. അതെല്ലാം അടിയന്തരമായി കണ്ടെത്തി സിക്കിൾ സെൽ അനീമിയ രോഗികളെ കാര്യക്ഷമമായി തന്നെ ചികിത്സിക്കുകയും അവർക്ക് വേണ്ടുന്ന ബോധവൽക്കരണം, അവരുടെ ജനിക്കുന്ന കുട്ടികൾക്ക് വരെ ഈ അസുഖം ഉണ്ടാകുന്നു, അവരെ എങ്ങനെ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കാം, അവരിൽ നിന്നെല്ലാം രോഗവിമുക്തരാക്കാം എന്നതിനെക്കുറിച്ച് ആരോഗ്യരംഗത്ത് തന്നെ കാര്യക്ഷമമായ ഗവേഷണം നടത്തണമെന്നാണ് ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കിളിമാനൂരിൽ നടന്ന ഒരു സംഭവമാണ്. അവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു വിദ്യാലയമാണ് രാജ രവിവർമ്മ ഹൈസ്കൂൾ. ആദ്യം അത് ഒരു ഹൈസ്കൂളായിരുന്നുവെങ്കിൽ പിന്നീട് അത് ഗേൾസും ബോയ്സും ആക്കി, അതായത് പെൺപള്ളിക്കൂടവും ആൺപള്ളിക്കൂടവും. ഇപ്പോഴത് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ആ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഹയർ സെക്കൻഡറിയിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയെ ഹയർ സെക്കൻഡറിയിലെ 2ാം വർഷ വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനിയെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതാണ്. ആ വിദ്യാർത്ഥിനിയെ അപമാനിച്ചു, വളരെ മോശമായ രീതിയിൽ ആ കുട്ടിയെ ചിത്രീകരിച്ചു. അതൊരു അധ്യാപികയാണ്. ആ അധ്യാപികയുടെ പേരിൽ ഇപ്പോൾ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. എന്തിനാണ് ആ കുട്ടിയെ ഇങ്ങനെ അപമാനിച്ചു എന്ന് ചോദിച്ചാൽ, അവിടുത്തെ അധ്യാപകർ തമ്മിലുള്ള വൈരാഗ്യം, ആ വൈരാഗ്യമാണ് ഈ കുട്ടിയുടെ മേൽ തീർത്തത് എന്നാണ് അവിടെ നിന്ന് കിട്ടിയ വിവിധ റിപ്പോർട്ടുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ അധ്യാപികയ്ക്ക് മറ്റൊരു അധ്യാപകനോട് തോന്നിയ വൈരാഗ്യം, ആ വൈരാഗ്യം അല്ലെങ്കിൽ പക, ആ പകയുടെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നതിനെക്കുറിച്ച് ഇപ്പോൾ കിടക്കുന്നില്ല.
എന്തായാലും അതുകൊണ്ട് ആ അധ്യാപകനെയും ഈ വിദ്യാർത്ഥിനെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ചില അപവാദ കഥകൾ ഈ അധ്യാപിക പറഞ്ഞു പരത്തുകയും അത് യൂട്യൂബിലും അതുപോലുള്ള മറ്റ് മേഖലകളിലുമൊക്കെ അത് പ്രചരണം നടത്തുകയും ചെയ്തു. അത് കാരണം ആ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടി പഠിത്തം മതിയാക്കിയ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ പരാതി നൽകി അതിനെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണം നടത്തുന്നു. അതിൻ്റെ മുന്നോടിയായി ആ അധ്യാപികയുടെ പേരിൽ പോക്സോ കേസെടുത്തു. ഇത്രയ്ക്കായാലും ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പ്രവൃത്തികൾ ഒരിക്കൽ പോലും ഉണ്ടായിക്കൂടാത്തതാണ്. തൻ്റെ വിദ്യാർത്ഥികളെ നല്ല വഴിക്ക് നടത്തിക്കേണ്ടവർ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവർ ആ വിദ്യാർത്ഥികൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല. അത് എന്തൊക്കെയായാലും തന്നെ അത് പ്രത്യേകിച്ചും ഇത്തരം ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികളെ RRV ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ ലോകപ്രസിദ്ധനായ രാജ രവിവർമ്മ എന്ന ലോകപ്രസിദ്ധ ആർട്ടിസ്റ്റ് ചിത്രകാരൻ്റെ പേര് ഓർമ്മയ്ക്ക് സ്മരണയ്ക്കായി സ്ഥാപിച്ചതാണ്. അതാണ് RRV രാജ രവിവർമ്മ ഹയർ സെക്കൻഡറി സ്കൂള്. അവിടെ മറ്റൊരു ദുരന്ത സംഭവം എന്ന് പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ മാനേജരായിരുന്ന KK വർമ്മ, അദ്ദേഹം ചെന്നൈയിലാണ് താമസിക്കുന്നത്. ചെന്നൈയിൽ അദ്ദേഹം മീറ്റർ കമ്പനി എന്ന പേരിലുള്ള ഒരു കമ്പനിയുണ്ട്. അതിൻ്റെ പുതിയ അവകാശി അദ്ദേഹത്തിൻ്റെ ചെറുമകളാണ്. ചെറുമകൾ വിദ്യാർത്ഥിനിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 18-19 വയസ്സ് പ്രായമുള്ള ആ വിദ്യാർത്ഥിനി അതിൻ്റെ ഈ സ്കൂളുകളുടെ എല്ലാം ഇപ്പോൾ 2 സ്കൂളുണ്ട്. ആ 2 സ്കൂളുകളുടെ എല്ലാം ഉടമസ്ഥാവകാശം ആ കുട്ടിക്കായിരുന്നു. എന്നാൽ ഒരു ദിവസം വൈകുന്നേരത്ത് ആ കുട്ടി ചെന്നൈ ബീച്ചിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. അതൊരു കൊലപാതകമാണെന്നുള്ള നിലയിൽ അന്വേഷണമൊക്കെ വന്ന് ആ അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഏതുവരെ എത്തി എന്നതിനെക്കുറിച്ച് ഇപ്പോൾ അറിവൊന്നുമില്ല. ഇത്തരം ഒരു ദുരന്ത അനുഭവം കൂടി ഈ സ്കൂളിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. എന്തായാലും പല പ്രഗത്ഭരും CR രാജവർമ്മയെ പോലുള്ളവർ അവിടുത്തെ ഹെഡ് മാസ്റ്ററായിരുന്നു. അങ്ങനെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ നേതൃത്വം നൽകിയ ഒരു വിദ്യാലയമാണ് RRV സ്കൂൾ. ആ സ്കൂളിന് ഇതുപോലുള്ള ഒരു ദുര്യോഗം വന്നത് വളരെ ഖേദകരമാണ്. അത് ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം അതുമായി ബന്ധപ്പെട്ടവർ മാനേജ്മെൻ്റ് ആയാലും PT ആയാലും അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് അക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം കിളിമാനൂരിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഫിലിം മേക്കർ കബീർ റാവുത്തർ അദ്ദേഹം അന്തരിച്ചു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അടൂർ ഗോപാലകൃഷ്ണൻ്റെയും KG ജോർജിൻ്റെയും ജോൺ അബ്രഹാമിൻ്റെയും M ആസാദിൻ്റെയും ഒക്കെ സഹപാഠിയായി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി. അദ്ദേഹം ആദ്യം അമിതാഭ് ബച്ചനെ നായകനാക്കിക്കൊണ്ടാണ് ആദ്യം ഹിന്ദി സിനിമ എടുത്തത്. ലുപ്ന എന്ന പേരിലെടുത്ത ആ ഹിന്ദി സിനിമയിൽ അമിതാഭ് ബച്ചനെ കൂടാതെ സഹറ, കൽവിജിത്ത് സിംഗ്, സമുറാദ് തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ പാടിയിരിക്കുന്നത് ലതാ മങ്കേഷ്കറാണ്. അതിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മാനസ് മുഖർജിയാണ്. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം ഹിന്ദിയിൽ തന്നെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്തു. ആ സിനിമയുടെ നിർമ്മാതാവ് എന്ന് പറയുന്നത് ബാപ്പുട്ടി എന്ന് പറയുന്ന ഒരാളാണ്. അതിനുശേഷം മലയാളത്തിൽ അദ്ദേഹം 2-3 സിനിമകൾ ചെയ്തു. പറന്നുയരാൻ, അമ്പലത്തിങ്കര പഞ്ചായത്ത് തുടങ്ങിയ സിനിമകൾ, അതുപോലെ തന്നെ സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. നിരവധി ഡോക്യുമെൻ്ററികൾ, സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് വേണ്ടി നിരവധി ഡോക്യുമെൻ്ററികൾ കബീർ റാവുത്തറുടെ
വകയായിട്ടുണ്ട്. അല്ലെ കബീർ റാവുത്തറുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള ഡോക്യുമെൻ്ററികൾ നിരവധിയാണ്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള അംഗീകാരം സ്വന്തം നാട്ടിൽ നിന്നോ ചലച്ചിത്ര മേഖലയിൽ നിന്നോ ലഭിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ കേരളീയദർശൻ്റെ ആജ്ഞാഞ്ജലികൾ അർപ്പിക്കുന്നു. മറ്റൊരു നിര്യാണമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് KPCC പ്രസിഡൻ്റായിരുന്നു 2 പ്രാവശ്യം. കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് പോര് മൂർച്ഛിക്കുമ്പോൾ ഒരു കോംപ്രമൈസ് നേതാവ് എന്ന നിലയിൽ, കോംപ്രമൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ 2 പ്രാവശ്യം അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് പദവി അലങ്കരിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം രാജ്യസഭ അംഗമായിരുന്നു, MLA ആയിരുന്നു. എപ്പോഴും സൗമ്യ പ്രകൃതമുള്ള സൗമ്യ മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കോൺഗ്രസിനകത്ത് എത്ര ഗ്രൂപ്പ് ചേരികൾ ഉണ്ടായാലും ആ ഗ്രൂപ്പ് ചേരികളെ വിളിച്ച് തെന്നല ബാലകൃഷ്ണനോട് സംസാരിക്കുമ്പോൾ അത് ആ അഭിപ്രായ ഭിന്നത, ആ ഒരുപക്ഷെ അത് പിളർപ്പിൻ്റെ വക്കത്ത് എത്തിയിട്ടുള്ള സന്ദർഭത്തിൽ പോലും ബാലകൃഷ്ണപിള്ള ഇടപെട്ട് അതിനെയെല്ലാം ഒത്തുറപ്പാക്കി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവ് ശ്രീ ബാലകൃഷ്ണപിള്ളയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിലും കേരളീയദർശൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാം കൂടെ പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.